വസല്ലം വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന മുസ്ലിം നാമധാരികളായ ഒരു കൂട്ടം ആളുകൾ സക്കാത്തിന് എതിരായി സക്കാത്ത് നൽകുകയില്ല എന്ന് വാദം ഉന്നയിച്ചപ്പോൾ അവരോട് യുദ്ധം ചെയ്യാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത് എന്ന് വരുമ്പോൾ സക്കാത്തിന്റെ ഗൗരവം നാം പറയേണ്ടതില്ല. സക്കാത്ത് എന്ന് പറയുന്നത് അത് ധനികന്റെ ഔദാര്യമല്ല, മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവും ഉടമസ്ഥനും പാവപ്പെട്ടവരെയും പണക്കാരനെയും സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഉടമസ്ഥനായ അല്ലാഹു സാധുക്കൾക്ക് പാവപ്പെട്ടവർക്ക് പ്രത്യേകമായ ചില ധനങ്ങളിൽ വെച്ചിട്ടുള്ള അവകാശങ്ങളാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ പണക്കാരന്റെ ഔദാര്യം അല്ല, മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ്, അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത അവകാശമാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സ്വത്തുക്കളിൽ അവകാശം ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ധനികൻ സക്കാത്ത് കൊടുക്കാതെ മരിച്ചുപോയാൽ ആ പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുത്തു വീട്ടാതെ, അത് മാറ്റിവെക്കാതെ അവന്റെ സന്താനങ്ങൾക്കോ കുടുംബങ്ങൾക്കോ ഈ മരിച്ചുപോയ വ്യക്തിയുടെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ പാടില്ല. കാരണം അതിന്റെ അവകാശി അനന്തരക്കാരല്ല, മറിച്ച് അത് പാവപ്പെട്ടവരാണ്, അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് ഏതെങ്കിലും ധനികനോട് ഒരു പാവപ്പെട്ടവൻ എന്റെ അവകാശം നൽകണം എന്ന നിലക്ക് ചോദിച്ച് വാങ്ങിയാൽ യാചനയിൽപ്പെട്ടതല്ല. നമുക്ക് ഒരു പീടികയുടെ വാടക നമുക്ക് കിട്ടാനുള്ള അവകാശം, അത് പോയി എന്റെ വാടക തരണം എന്ന് പറയുന്നത് യാചനയല്ല, അവകാശം ചോദിച്ചു വാങ്ങലാണ്. അതുകൊണ്ട് സക്കാത്ത് ഏതെങ്കിലും പാവപ്പെട്ടവൻ അവന് ലഭിക്കാനുള്ള സക്കാത്ത് ധനികന്മാരോട് ചോദിച്ചാൽ അതിനെ യാചന എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തുകയും അതിനെ ഇസ്ലാം യാചനയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് സക്കാത്ത് എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നിശ്ചയിച്ച മഹർ അവളുടെ അവകാശമാണ്, അതവൾ ഭർത്താവിനോട് ചോദിച്ചാൽ അത് യാചനയല്ല, അവകാശം ചോദിച്ചു വാങ്ങലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവകാശമാണ് വാസ്തവത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ദീൻ നശിക്കുക, നശിപ്പിക്കുക, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ എല്ലാ വിഷയങ്ങളും മാറ്റിമറിക്കുകയും അതിന്റെ വസ്തുത വളച്ചൊടിച്ച് ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന പുത്തൻവാദികൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് എടുത്തുകളഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ നിസ്കാരത്തിന്റെ മറ്റു ഫർളുകൾ എടുത്തുകളഞ്ഞ് നിസ്കാരം താറുമാറാക്കി, മുസ്ലിമീങ്ങളെ നിസ്കാരം നശിപ്പിച്ചു. അതുപോലെ വുളൂഇന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ ബാത്തിലാവുന്ന കാര്യങ്ങളുമൊക്കെ മാറ്റിമറിച്ച് വുളൂ അവർ നാശമാക്കി. നോമ്പിന് സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷവും ഭക്ഷണം കഴിക്കാം എന്ന പുതിയ ഫത്വയിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തി. സക്കാത്ത് നഷ്ടപ്പെടുത്താൻ, മുസ്ലിമീങ്ങളെ സക്കാത്ത് നശിപ്പിക്കാൻ ഇവർ കണ്ടുവച്ച മാർഗം വളരെ രസാവഹമാണ്. അവർ സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയുന്നതിന് പകരം സാധുക്കളെ അവകാശം ഞങ്ങളെ കമ്മിറ്റിയിലേക്ക് തരണം എന്നാണ് അവർ വാദിച്ചത്. കാരണം സാധുക്കളുടെ അവകാശം ഡയറക്റ്റ് സാധുക്കൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കുന്നതിന് പകരം ആദ്യം മൗലവിമാരായ ഞങ്ങളെ ഏൽപ്പിക്കണം, ഞങ്ങളതിൽ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പുത്തൻവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നിട്ട് കമ്മിറ്റി സക്കാത്ത് എന്ന പേരിൽ ചില പരിപാടികളും അവർ ചെയ്ത് അല്ലാഹുവിന്റെ ദീനിലെ അതിപ്രധാനമായ സക്കാത്ത്, അതിന്റെ ഷർത്തും ഫർളും അതിന്റെ എല്ലാ സുന്നത്തും മുഴുവനും നശിപ്പിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ സാധാരണക്കാരായ പണക്കാര് പലരും അവരുടെ ബിസിനസിന്റെ തിരക്കിനിടയിൽ, അവരുടെ കൃഷിയുടെ തിരക്കിനിടയിൽ ഇത്
കൊടുക്കാനും വിതരണം ചെയ്യാനൊന്നും ഇപ്പൊ നമ്മൾക്ക് കഴിയൂല, നമ്മൾ അതിന് നിൽക്കേണ്ടതില്ലല്ലോ, ഇവരെ കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ കഴിഞ്ഞല്ലോ എന്ന ധാരണയിൽ സക്കാത്ത് കൊണ്ടുപോയി ഈ ദീനിനെ സംബന്ധിച്ച് ഒരു പിടിപാടുമില്ലാത്ത, ഒരു കർമ്മത്തിന്റെയും ഷർത്തോ ഫർളോ സുന്നത്തോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത, എല്ലാ വിഷയത്തിലും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഈ മൗലവിമാരെ കൊണ്ടുപോയി, ഈ കമ്മിറ്റിക്കാരെ കൊണ്ടുപോയി സക്കാത്ത് ഏൽപ്പിച്ച് സാധാരണക്കാരുടെ സക്കാത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരോ ബിസിനസ്സുകാരോ പണക്കാരോ സക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിയെ ഏൽപ്പിച്ച് അവരുടെ സക്കാത്ത് വീടാതിരുന്നാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ, റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ കുറെ മുസ്ലിംമാരുണ്ടായിരുന്നു, അവര് പല സംഗതികളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ അത് ഞങ്ങളെ സക്കാത്ത് നശിക്കലാണെന്നും അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും അവര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് മഹ്ശറയിൽ വെച്ച് ഞങ്ങളെ പിടികൂടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ പറയട്ടെ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നോമ്പെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഇത്തരം അധ്വാനങ്ങളൊക്കെ അധ്വാനിക്കുന്ന നമുക്ക് പാവപ്പെട്ടവന് കിട്ടാനുള്ള അവകാശം അത് കൊടുക്കുമ്പോൾ എനിക്ക് അധ്വാനിച്ചുകൂടാ, എനിക്കതിനു വേണ്ടി പ്രയാസപ്പെട്ടുകൂടാ, എനിക്കതിന് സമയം കണ്ടെത്തിക്കൂടാ എന്ന ചിന്താഗതി ആദ്യം തന്നെ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കും പോലെ, നോമ്പിന് പ്രതിഫലം ലഭിക്കുന്നത് പോലെ, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ, ഹജ്ജിന് പ്രതിഫലം ലഭിക്കുന്നത് പോലെ, ഹജ്ജിന് വേണ്ടിയുള്ള പ്രയാസങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടി എന്ത് പ്രയാസം നേരിടുന്നുണ്ടോ, പ്രയാസം എത്ര കൂടുതലുണ്ടോ അത്രയും അതിന് പ്രതിഫലവും ലഭിക്കും കേട്ടോ. അതൊരു നഷ്ടക്കച്ചവടമാണ് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള അധ്വാനമെന്ന് ഒരു പണക്കാരനും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പല സംഗതികളെ സംബന്ധിച്ചും പറയാറുള്ളത്, അതിന് ഖുർആൻ തെളിവുണ്ടോ, ഹദീസ് തെളിവുണ്ടോ, ചിലപ്പോൾ സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ആ ഹദീസ് വഈഫാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറയാറുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തെളിവുണ്ടോ, ഒരു ഹദീസ് തെളിവുണ്ടോ, വല്ല സഹാബിയും ചെയ്തിട്ടുണ്ടോ, വല്ല ഇമാമിയങ്ങളും ചെയ്തിട്ടുണ്ടോ, മുൻഗാമികളായ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ കമ്മിറ്റി ഉണ്ടാക്കി